ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെയാണ് റൗണ്ട് ഓഫ് 32 മത്സരത്തിന് വേണ്ടി അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. എതിരാളികൾ കേപ്പ് വെർദെയാണ്. ഈ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് അർജന്റീന മുന്നേറും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അർജന്റീനയ്ക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി ഏൽക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ് ഫിഫയുടെയും റഫറിമാരുടെയും ആനുകൂല്യം, ഒരു ബെനഫിറ്റ് അവർക്ക് ലഭിക്കുന്നു എന്നുള്ള ആരോപണം. സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശകരാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് അർജന്റീനയുടെ കോച്ചായ സ്കലോണിയോട് ചോദിച്ചിരുന്നു. അതായത് അർജന്റീനക്ക് ഫിഫയിൽ നിന്നും റഫറിമാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ടല്ലോ, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നായിരുന്നു ചോദ്യം. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇപ്പോൾ പോസ്റ്റ് ചെയ്യാം എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് എന്നൊക്കെയാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പലരും പറയുന്നത് അർജന്റീനക്ക് റഫറിമാരുടെയും ഫിഫയുടെയും ആനുകൂല്യം ലഭിക്കുന്നു എന്നാണ്. അതിനൊന്നും യാതൊരുവിധ പ്രാധാന്യവും നൽകേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിലാണ് ഇതെല്ലാം പ്രചരിക്കുന്നത്. അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ വേറെ എവിടെയും നമുക്കത് കാണാൻ കഴിയില്ല. ഇന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. അതിന് കൃത്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൻ്റെയും കാര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ വലുതാക്കി കാണിക്കും. ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. ഇതാണ് സ്കലോണി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഇതിലൊന്നും യാതൊരുവിധ കഴമ്പുമില്ല. ഇതൊക്കെ ഓരോരുത്തർ പടച്ചു വിടുന്നതാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ വേറെ എവിടെയും ഇത് നമുക്ക് കാണാൻ കഴിയില്ല എന്നൊക്കെയാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത്. ഇതിലൊന്നും യാതൊരുവിധ കഴമ്പുമില്ല എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഏതായാലും നാളത്തെ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് അർജന്റീനയ്ക്ക് കിരീട ഫേവറേറ്റുകൾ എന്ന ആ സ്ഥാനം നിലനിർത്തേണ്ടതുണ്ട്. കേപ്പ് വെർദെയുടെ പ്രതിരോധത്തെ പൊട്ടിക്കുക എന്ന ഒരു വെല്ലുവിളിയാണ് അവരെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.